അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ ശരിക്കും ഞെട്ടിപ്പോകും. ഞങ്ങൾ ഇറാന്റെ മൂക്കിന് താഴെ നിന്ന് ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ രഹസ്യമായിട്ട് കടത്തിക്കൊണ്ടുപോകുന്നു. ഈ നിമിഷം വരെ ഇറാൻ അറിഞ്ഞതുകൂടിയില്ല. ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ട അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. മധ്യേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ സാധാരണ എണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചു ഉയരാറാണ് പതിവ്. എന്നാൽ ഇറാൻ അമേരിക്ക നേരിട്ടുള്ള യുദ്ധം നടന്നിട്ടും വിപണിയിൽ വലിയ സ്പൈക്ക് ഉണ്ടാകാത്തതിന് പിന്നിലെ ആ ഒരു രഹസ്യ കളി ട്രംപ് തന്നെ പരസ്യമാക്കിയിരിക്കുകയാണ്. എന്താണ് ഹോർമുസ് കടലിടുക്കിൽ അർദ്ധരാത്രി ലൈറ്റുകൾ കെടുത്തി അമേരിക്കൻ മിലിറ്ററി നടത്തിയ ആ ഒരു സീക്രട്ട് മിഷൻ? ഇറാന്റെ റഡാറുകൾ തകർത്ത് അമേരിക്ക നടത്തിയ വലിയ എണ്ണവേട്ടയുടെ ഇൻസൈഡ് സ്റ്റോറിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്കറിയാം, മധ്യേഷ്യയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥ വലിയ ആശങ്കയിലാകും. എന്നാൽ ഇത്തവണ വലിയൊരു പ്രതിസന്ധി ഒഴിവായത് അമേരിക്കൻ മിലിറ്ററിയുടെ ഒരു രഹസ്യ ഓപ്പറേഷൻ കാരണമാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപിന്റെ വാക്കുകളിലേക്ക് വന്നാൽ, നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇറാനിൽ നിന്ന് ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് പുറത്തെത്തിക്കുന്നത്. ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഇറാൻ പോലും ഈ നിമിഷം വരെ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. സാമ്പത്തിക ലോകം ഇതിനെ ഷാഡോ ഓയിൽ ഡിപ്ലോമസി എന്നാണ് വിളിക്കുന്നത്. ട്രംപ് പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞ മാസം അമേരിക്കൻ സൈന്യത്തിന് അദ്ദേഹം നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് US മിലിറ്ററി അതീവ രഹസ്യമായിട്ട് സംരക്ഷണം നൽകി. ഇതുവഴി 100 മില്യൺ ബാരലിലധികം എണ്ണയാണ് സുരക്ഷിതമായിട്ട് ആഗോള വിപണിയിൽ എത്തിച്ചത്. 200-ലധികം കമേഴ്ഷ്യൽ കപ്പലുകൾ US കാവലിൽ കടന്നുപോയി. ബാരലിന് $250 വരെ എത്താമായിരുന്ന ക്രൂഡ് ഓയിൽ വിലയെ വെറും $85 മുതൽ $90 പിടിച്ചു നിർത്താൻ ഈ ഒരു രഹസ്യ നീക്കം സഹായിച്ചു എന്നാണ് ട്രംപ് വാദിക്കുന്നത്. US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റും പാർലമെന്റിൽ സ്ഥിരീകരിച്ചത് US മിലിറ്ററി ഇടപെട്ട് ഈ റൂട്ടിലൂടെയുള്ള എണ്ണ വിതരണം വർദ്ധിപ്പിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ വിപണിയിലെ യുദ്ധകാല അസ്ഥിരത കാരണം ഡോ ജോൺസ് പോലെയുള്ള ഓഹരി സൂചികകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇറാന്റെ കണ്ണുവെട്ടിച്ച് അമേരിക്ക ഇത് ചെയ്തത് എന്ന് നോക്കാം. ഇതിന് തൊട്ടു മുൻപ് ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ച് അമേരിക്കയുടെ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാന്റെ ഒരു ഡ്രോൺ വന്നിടിച്ച് തകർന്നിരുന്നു. ഇറാൻ ഡ്രോൺ ഹെലികോപ്റ്ററിനുള്ളിൽ കുടുങ്ങിയിട്ടാണ് ഈ ഒരു ക്രാഷ് ഉണ്ടായത് എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇത് തങ്ങളുടെ ആധിപത്യത്തിനേറ്റ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇതിന് മറുപടിയായിട്ട് അമേരിക്ക നടത്തിയ കടുത്ത വ്യോമാക്രമണത്തിൽ ഇറാനിലെ 20ഓളം സൈനിക ലക്ഷ്യസ്ഥാനങ്ങളാണ് തകർത്തത്. ഇതിൽ ഇറാന്റെ പ്രധാന റേഡാർ സംവിധാനങ്ങളും എയർ ഡിഫൻസും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകളും പൂർണ്ണമായും തകർക്കപ്പെട്ടു. റേഡാറുകൾ തകർന്നതോടെ ഇറാന്റെ സൈന്യം പൂർണ്ണമായിട്ടും ഇരുട്ടിലായി. അതായത് അവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അവസ്ഥ വന്നു. ഈ അവസരം മുതലാക്കിയിട്ടാണ് അമേരിക്കൻ മിലിറ്ററി കളിച്ചത്. ട്രംപ് പറഞ്ഞത് കേട്ടാൽ ശരിക്കും ഹോളിവുഡ് പടം പോലെ തോന്നും. കഴിഞ്ഞ ദിവസം രാത്രി കറുത്ത ഇരുട്ടിൽ ഒരൊറ്റ ലൈറ്റ് പോലും ഇടാതെ നമ്മൾ 22 വലിയ കപ്പലുകളാണ് അവിടെ നിന്നും സുരക്ഷിതമായിട്ട് പുറത്തെത്തിച്ചത്. ഇറാന്റെ റേഡാറുകൾ നമ്മൾ നേരത്തെ അടിച്ചു തകർത്തതുകൊണ്ട് അവർക്ക് ഒന്നും കാണാൻ പറ്റിയില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതായത് US മിലിറ്ററിയുടെ നേരിട്ടുള്ള പ്രൊട്ടക്ഷനിൽ നോൺ ഇറാനിയൻ കപ്പലുകളെയും ടാങ്കറുകളെയും ഇറാന്റെ മൂക്കിന് താഴെ കൂടി അമേരിക്ക സുരക്ഷിതമായിട്ട് കടത്തിവിട്ടു എന്ന്. ഈ ഒരു സൈനിക നീക്കം വ്യക്തമാക്കുന്നത് ഇറാനുമായിട്ട് ഒരു പുതിയ നയതന്ത്ര കരാറിലേക്ക് വരാൻ ട്രംപ് ഭരണകൂടത്തിന് താല്പര്യമുണ്ടെങ്കിലും ഇറാനെ അമിതമായിട്ട് ശാക്തീകരിക്കുന്ന ഒരു കരാറിനോടും അവർക്ക് യോജിപ്പില്ല എന്നാണ്. ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് തടയുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അടിസ്ഥാന നയമെന്ന് പറയുന്നത്. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കരാർ ഇറാനെ പൂർണ്ണമായും ആണവായുധ വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. കരാറിന്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞതാണ് എന്നും ഇറാന്റെ പ്രതിനിധികൾ ഒപ്പിടാൻ മാത്രം ബാക്കി വെച്ച് സമയം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നുമാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. അവർ നമ്മളെ മണ്ടന്മാരാക്കാൻ നോക്കുകയാണ്, അവർ വെറുതെ സമയം കളയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ വീണ്ടും ശക്തമായി ആക്രമിക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇനി അമേരിക്ക ഇവിടെ ശരിക്കും ഒരു സ്വിംഗ് സ്റ്റേറ്റ് പോളിസിയാണ് നോക്കുന്നത്. അതായത് ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുമ്പോഴും ഇറാൻ ഒപ്പിടാൻ മടിച്ചാൽ ബോംബുകൾ ഉപയോഗിച്ച് സംസാരിക്കാനും മടിക്കില്ല എന്ന നിലപാടിലാണ് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അടക്കമുള്ളവർ. ഇറാന്റെ നിലപാട് കടുപ്പമാണെങ്കിലും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ അവർക്കൊരു കരാർ അനിവാര്യമാണ്. ഇനി ബിസിനസ് ലോകത്ത് വന്നാൽ ഇത്തരം വലിയ യുദ്ധവാർത്തകൾ വരുമ്പോൾ സാധാരണയായിട്ട് സ്വർണം, എണ്ണ എന്നിവയിലേക്ക് നിക്ഷേപകർ ശ്രദ്ധ തിരിക്കാറുണ്ട്. യുദ്ധം കാരണം അമേരിക്കയിൽ ഇൻഫ്ലേഷൻ 4.2% ഉയർന്നിരിക്കുകയാണ്. യുദ്ധത്തിന് മുൻപ് ഇത് 2.4% മാത്രമായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എണ്ണവില കൂടുന്നത് കാരണം അമേരിക്കൻ ജനതയ്ക്ക് ഗ്യാസ് പമ്പിലും ഗ്രോസറി സ്റ്റോറിലും വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ട്രംപ് അവകാശപ്പെടുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നതോടെ ഇൻഫ്ലേഷൻ താഴേക്ക് പതിക്കുമെന്നാണ്. നിലവിൽ ടെക്നോളജി ഓഹരികൾ ഉൾപ്പെടുന്ന നാസ്ഡാക് സൂചികയും S&P 500 സൂചികയും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് വില നിലവിൽ $91 മുതൽ $94 വരെയായി നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓയിൽ ഫണ്ട് പോലുള്ളവ ഉയർന്നു നിൽക്കുന്നത് നിക്ഷേപകർ എണ്ണ വിപണിയിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. എണ്ണവില ഉയർന്നു തന്നെ നിന്നാൽ അത് ആഗോളതലത്തിൽ പണപ്പെരുപ്പം കൂട്ടുകയും കേന്ദ്ര ബാങ്കുകൾക്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ വലിയ തടസ്സമുണ്ടാകുകയും ചെയ്യും.
ചുരുക്കം പറഞ്ഞാൽ ഇറാൻ അമേരിക്ക സംഘർഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല. അത് ലോകത്തിന്റെ ഊർജ്ജ രാഷ്ട്രീയത്തെയും നമ്മുടെയൊക്കെ പോക്കറ്റിനെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ ഈ അർദ്ധരാത്രിയിലെ രഹസ്യ എണ്ണ നീക്കം ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് ഒരു നയതന്ത്ര കരാറിലേക്ക് എത്തിയേ തീരൂ. ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഇറാൻ ആണവായുധ മോഹങ്ങൾ ഉപേക്ഷിക്കുകയും സമാധാന കരാറിൽ ഒപ്പിടുകയും ചെയ്താൽ മാത്രമേ ഈ മേഖലയിൽ സമാധാനം പുലരുകയുള്ളൂ. അതുവരെ ലോകം ഒരു വശത്ത് ഇന്ധനവിലയിലെ ഈ ഒരു ചാഞ്ചാട്ടങ്ങളും മറുവശത്ത് വലിയൊരു യുദ്ധഭീതിയും പേര് തന്നെ ജീവിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലെ നീക്കങ്ങൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്.